ഓക്കെ, നമ്മളിനി അടുത്ത ഈ ഒരു വീഡിയോനകത്ത് കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് വൈൻ ഓഫ് എക്സിന്റെ ഓരോ എന്താണ് ഗ്രാഫ് ആർ ഡാഷിനകത്തുണ്ട്. ഹെൻസ് ഇൻ ആർ എന്ന് പ്രൂവ് ചെയ്ത് നിർത്തിയേക്കാം. സോ സിൻസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ഹാസ് എ മാക്സിമം and y1 of x is continuous, we can define a constant a by a equal to maximum of y1 of x minus y naught x. അതായത് ഇപ്പോൾ നമുക്കറിയാം എന്താ പറയുക, ഈ ക്ലോസ്ഡ് ഇന്റർവെലിനകത്ത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തുണ്ട്, മാക്സിമം ഉണ്ടല്ലേ. അപ്പോൾ y1 of x കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് a ഈക്വൽ ടു മാക്സിമം, അതായത് ഒരു മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം. ഏതിൻ്റെയാ? ഈ y1 of x മൈനസ് y naught x, അതിന്റെ മാക്സിമം വാല്യൂ ആയിട്ട് എ എന്നൊരു പോയിന്റ്, എ എന്നൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? എ അതിന്റെ മാക്സിമം ആണെങ്കിൽ ഇങ്ങനെ എടുക്കാമല്ലോ, മോഡ് y1 of x മൈനസ് y naught x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് നമുക്ക് എടുക്കാമല്ലോ. ഓക്കെ, ഇനി നമ്മൾ xy എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ രണ്ട് പോയിന്റ് നമ്മൾ എടുത്തില്ലേ നേരത്തെ, xy1 xy2 എന്നീ 2 പോയിന്റ്സ് എടുത്തില്ലേ. അതേപോലെ തന്നെ ty of t ty naught t be any 2 points that lie r dash. ഈ r ഡാഷിനകത്ത് ലൈ ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആണെന്നിരിക്കട്ടെ ഇത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 8 എന്തായിരുന്നു നമ്മൾ കണ്ടത്? ഇങ്ങനെ ഒരു ഇക്വേഷൻ ബൈ മീൻ വാല്യൂ തിയറം നമ്മൾ കണ്ടില്ലേ. f of x y1 മൈനസ് f of x y2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഇൻറ്റു y1 മൈനസ് y2 എന്ന രീതിയിൽ. അതേപോലെ തന്നെ ഇവിടെ എക്സിനും വൈക്കും ടിയും y ഓഫ് ടി എന്ന് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഇൻറ്റു a എന്ന് എഴുതാലോ. ഓക്കെ, സോ ഇനി y2 of x മൈനസ് y1 of x, y2 of x നമുക്ക് എന്താണെന്ന് അറിയാടാ, y നോട്ട് പ്ലസ് ഇന്റഗ്രൽ x നോട്ട് ടു എക്സ് എഫ് ഓഫ് ടി y1 of t dt ആണെന്ന് അറിയാം. y1 of x എന്താണെന്ന് അറിയാം, y നോട്ട് പ്ലസ് എഫ് ഓഫ് ടി y നോട്ട് ടി ഡി ടി ആണെന്ന് അറിയാം. ഓക്കെ, ഇതിന്റെ നമുക്കറിയാം y നോട്ടും y നോട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു വാല്യൂ തന്നെ കിട്ടും. ഇനി ബൈ ട്രയാങ്കുലർ ഇനിക്വാലിറ്റി ഈ സംഭവത്തിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇനി കൊടുക്കാം. ഈ ഒരു ഇക്വേഷന് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാം. ആൻഡ് ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 8 വെച്ച് തന്നെ നമ്മൾ എയുടെ മാക്സിമം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടില്ലേ, y1 of x മൈനസ് y naught x ഈക്വൽ ടു അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ നമുക്ക് കെ എ ഇന്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് കെ എ നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്നതിന്റെ ബാക്കിയായിട്ട് കെ എ ഡി ടി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ കെ എ ഇൻറ്റു ഇത് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതിനെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ എച്ച്, അങ്ങനെ എന്തോ പറഞ്ഞു വെച്ചിട്ടില്ലേ. സോ കെ എ എച്ച് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടി, y2 മൈനസ് y1 എന്ന് പറയാം, കെ എ എച്ച് എന്ന് കിട്ടി. ഇതേപോലെ തന്നെ y3 മൈനസ് y2 കണ്ടുപിടിക്കണം. അത് ഇതേപോലെ തന്നെ എഫ് ഓഫ് ടി y2 ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടി y1 ഓഫ് ടി ഡി ടി കെ ഓഫ് y2 മൈനസ് y1 ഓഫ് ടി എന്ന് വരും. y2 മൈനസ് y1 ഓൾറെഡി നമുക്ക് കെ എച്ച് എന്ന് കിട്ടി. അപ്പോൾ ഈ കെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, കെ സ്ക്വയർ എ എച്ച് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി y3 മൈനസ് y2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതേപോലെ ജനറലി yn മൈനസ് yn മൈനസ് 1 എന്ന് പറഞ്ഞ് a ഇൻറ്റു കെ എച്ച് റൈസ് ടു n മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ജനറലി നമ്മളിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇതിനെ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടിയതെല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് മോഡ് y നോട്ട് പ്ലസ് എ കെ എച്ച് ഓഫ് എക്സ് സ്ക്വയർ അപ് ടു എന്താണ് എ കെ എച്ച് റൈസ് ടു n മൈനസ് 1 ഇങ്ങനെ നമുക്ക് കിട്ടും. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ജോമെട്രിക് സീരീസ് ആണ്. നമുക്കറിയാം ജോമെട്രിക് സീരീസ് കൺവേർജൻസ്. സോ ആർ എച്ച് എസ് എന്ത് ചെയ്യും, നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യും, ആർ എച്ച് റൈറ്റ് ഹാൻഡ് സൈഡ് കൺവേർട്ട് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം therefore ഈ ഒരു സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. അതായത് എവരി അബ്സല്യൂട്ട് കൺവേർജൻ സീരീസ് ഈസ് കൺവേർജൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ നമുക്ക് ഒന്നാമത്തെ നമ്പർ ഷോ ചെയ്യേണ്ടത് എന്തായിരുന്നു, ആ ഒരു ഏതോ ഒരു ഇക്വേഷൻ നമുക്ക് കൺവേർജൻ്റ് ആണ് കാണിക്കണമായിരുന്നു. സോ ഈ ഒരു ഇക്വേഷൻ എന്താണ്, കൺവേർജൻ്റ് ആണ്. സോ എന്ത് നമുക്ക് പറയാം, സപ്പോസ് ദ സീരീസ് കൺവേർജ് ടു എ ഫംഗ്ഷൻ y of x ഈസ് ഓൾസോ ഗ്രാഫ് ഓഫ് y of x ലൈസ് ഇൻ r ഡാഷ് ആൻഡ് ഹെൻസ് ഇൻ r എന്ന് നമുക്ക് പറയാം. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, y of x ഒരു കണ്ടിന്യൂസ് സൊല്യൂഷൻ ആണെന്നാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ളത് y of x എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിന്റെ കണ്ടിന്യൂസ് സൊല്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം yn of x കൺവേർജ് ചെയ്യുന്നുണ്ട് y of x ൽ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു.
yn of x converges uniformly to y of x. അതുകൊണ്ട് corresponding to any epsilon greater than 0, there exists a positive integer number such that yn of x minus y of x less than epsilon for every n greater than n naught. അതായത് for every epsilon greater than 0 ഒരു പോസിറ്റീവ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് such that yn of x minus y of x less than or equal to epsilon. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് yn of x എന്താണ്, ക്ലിയർലി കണ്ടിന്യൂസ് ആണ്. And the uniformity of the convergence implies that limit function of y of x is also, അതായത് yn of x എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ y of x ലിമിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി വി ഹാവ് ടു ഷോ ദാറ്റ് y of x ഈസ് എ സൊല്യൂഷൻ ഓഫ്, നമുക്ക് പറയാൻ പറ്റും y of x എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഷോ ചെയ്യേണ്ടത് അതാണ്. y of x ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് y of x മൈനസ് y നോട്ട്, അതായത് നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോടാ, y of x ഈക്വൽ ടു y നോട്ട് പ്ലസ്, ആ ഒരു ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അതിനെ ഇക്വേഷൻ നമ്പർ 11 എന്ന് വിളിച്ചു. അറ്റ് ദ nth സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ പറയാം, yn of x ഈക്വൽ ടു y നോട്ട് പ്ലസ് ഇന്റഗ്രൽ x നോട്ട് ടു x f of t yn മൈനസ് 1 ഓഫ് t dt എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഈ ഇക്വേഷൻ 11നെയും 12നെയും കൂടെ, ഓക്കെ എടാ ഇത് ഇക്വേഷൻ നമ്പർ 11. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുക. yn of x മൈനസ് y നോട്ട് മൈനസ് ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് എഴുതിയിരിക്കുന്നു. ഇതിനെ ഇക്വേഷൻ 12 എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി ഇക്വേഷൻ 11നെയും 12നെയും കൂടെ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കിട്ടുന്നുണ്ട്, y of x മൈനസ് yn of x പ്ലസ് f of t, ഈ ഒരു സംഭവം കിട്ടുന്നുണ്ട് ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ 11 എന്തായിരുന്നു, ഇതാണ് ഇക്വേഷൻ 11. ഇതിനകത്ത് LHS അതേപോലെ എഴുതുന്നു, RHSന് പകരം ഇപ്പം കിട്ടിയ സംഭവം ഈ y of x മൈനസ് yn of x അതും എഴുതുന്നു. കാരണം രണ്ടും ഈക്വൽ ടു 0 എന്ന് പറഞ്ഞല്ലേ എഴുതിയത്. സോ രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഇനി രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുന്നു, ഈ സൈഡ് ഇവിടെയും അതേപോലെ തന്നെ അപ്പുറത്തും എന്ത് ചെയ്യുന്നു, മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്നത് അത് അതേപോലെ എഴുതി. ഇനി ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി ആകുമ്പോൾ അനുസരിച്ച് ഇക്വൽ സൈൻ മാറ്റി നമുക്ക് എന്താക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാം. സെപ്പറേറ്റ് മോഡുലസ് ആയി എടുത്തിരിക്കുന്നു. ഇനി എന്താണ്, ഇനി എടാ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്താണ്, ഇന്റഗ്രൽ x നോട്ട് ടു x k മാക്സിമം ഓഫ് yn മൈനസ് ടി y ഓഫ് ടി ഡി ടി എഴുതാലോ. നേരത്തെ നമ്മൾ എവിടെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇവിടെ കൊടുക്കാലോ. സോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലിമിറ്റ്, ഓക്കെ ഈ ഒരു ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x മൈനസ് എക്സ് നോട്ട് എന്ന് വരുന്നു. ഈ x മൈനസ് എക്സ് നോട്ട് എച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതും അവിടെ കൊടുക്കുന്നു. സോ ജനറലി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ ഒരു കെയും എച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, കെ എച്ച് ലെസ് ദാൻ 1 എന്ന രീതിയിലാണ് നമ്മൾ എച്ച് എടുക്കുന്നതിന്. സോ ഈ ഒരു ഇക്വേഷനിൽ എത്തി നിൽക്കുന്നു നമ്മൾ. ഇനി നമുക്കറിയാം yn of x എന്ത് ചെയ്യുന്നുണ്ട്, y of x കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ ഇക്വേഷൻ 30 RHS of 13 can be made as small as we like by taking n large enough. അതായത് ഇവിടെ നോക്കിക്കോടാ, y of x മൈനസ് yn of x എന്ത് ചെയ്യുന്നുണ്ട്, 0 കൺവേർജ് ചെയ്യും. അതനുസരിച്ച് yn മൈനസ് 1 of t മൈനസ് y of t എന്തിലോട്ട് കൺവേർജ് ചെയ്യും, 0 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അതേപോലെ തന്നെ ഈ ഒരു ഇതും എന്ത് ചെയ്യുന്നുണ്ട്, 0 കൺവേർജ് ചെയ്യും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് പറയാം therefore y of x ഈക്വൽ ടു y നോട്ട് പ്ലസ് ഇന്റഗ്രൽ x നോട്ട് ടു x f of t y of t dt ആണെന്ന് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഫൈനലൈസ് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, y of x ഈസ് എ കണ്ടിന്യൂസ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ന്റെ കണ്ടിന്യൂസ് സൊല്യൂഷൻ ആണ് y of x എന്ന് പറയാൻ പറ്റും. ഇത് നിങ്ങൾ ഒറ്റയടിക്ക് കേട്ടാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് വായിക്കുക, വായിച്ചിട്ട് ഈ വീഡിയോ ഒന്നും കൂടെ കാണുക, മനസ്സിലാക്കുക. 2-3 വട്ടം കാണുമ്പോഴും വായിക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു തിയറവും പ്രൂഫും നമുക്ക് ശരിക്കും മനസ്സിലാകുക. അതായത് ഇച്ചിരി ലോങ് ആണ് കോൺസെപ്റ്റ്, നേരത്തെ ഉള്ള കോൺസെപ്റ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനോ കുറച്ച് ടാസ്ക് ആണ് ഇത് പഠിക്കുക എന്നുള്ളത്.